മൂന്നാറിൽ ദേശീയപാതയിൽ ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് ആന ദേശീയപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. ഏതാനും ദിവസങ്ങളായി ആന പെരിയാവാരത്തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇന്നലെ രാത്രിയാണ് ആന വാഹന ഗതാഗതമടക്കം തടസ്സപ്പെടുത്തിയത്. പിന്നീട് ആനയെ കാട് കയറ്റിയോ? മൂന്നാറിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ഒരു കാട്ടാനയാണ് നാട്ടുകാർ ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ഒറ്റക്കൊമ്പ് മാത്രമുള്ള കാട്ടാന. ആനയാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. വാഹനങ്ങളടക്കം തടഞ്ഞു നിർത്തി ദീർഘനേരം ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നാട്ടുകാർ ശബ്ദം വെച്ച് ആനയെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടത്തിലേക്ക് കടത്തിവിടുകയായിരുന്നു. ഇന്ന് പുലർച്ചെയും ആനയെ പെരിയവാര തേയിലത്തോട്ടം മേഖലയിൽ കണ്ടിട്ടുണ്ട്. നിരന്തരം ആ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ആന. എന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകടം, ആക്രമണ സ്വഭാവം ഇതുവരെ കാണിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ നാട്ടുകാരുടെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ശബ്ദമുണ്ടാക്കി ദൂരേക്ക് ഓടിച്ചു വിടുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആനയെ കാട്ടിലേക്ക് അയക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. മുൻപ് മൂന്നാറിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പയുടെ ഒരു സ്വഭാവമാണ് ഈ ഒറ്റക്കൊമ്പനും കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അക്രമ സ്വഭാവം ഇതേവരെ കാണിച്ചിട്ടില്ല. അതേസമയം പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ചില നാട്ടുകാർ തന്നെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ തിരിഞ്ഞാക്രമിക്കാൻ എത്തുന്ന ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതേവരെ ആർക്കും പരിക്കോ മറ്റോ ഉണ്ടായിട്ടില്ല. എന്നാൽ നിരന്തരമായി ആനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ജിൽസി, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.